ഓൺലൈൻ വിദ്യാഭ്യാസം, വർക്ക് ഫ്രം ഹോം ഇവ വ്യാപകമായതോടെ ഗ്രാമ-നഗര-ഭേദമില്ലാതെ ഗുണനിലവാരമുള്ള ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി അത്യന്താപേക്ഷിതമായിരിക്കുന്നു. ഉയർന്ന വേഗത്തിൽ, സ്ഥിരതയാർന്ന വേഗത്തിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കണമെങ്കിൽ മൊബൈൽ നെറ്റ്വർക്കിനേക്കാളും എഫിഷ്യൻ്റ് ആയിട്ടുള്ളത് ഫിക്സഡ് ലൈൻ ഇൻ്റർനെറ്റാണ്. ഫിക്സഡ് ലൈനിൽ തന്നെ ഏറ്റവും നൂതനമായ ടെക്നോളജിയാണ് FTTH. ഗ്ലാസ് ട്യൂബിലൂടെ ലൈറ്റ് സിഗ്നൽസ് ഉപയോഗിച്ചാണ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഉയർന്ന വേഗതയും നല്ല സ്റ്റെബിലിറ്റിയും ഇൻ്റർനെറ്റിന് ലഭിക്കും. കേരളത്തിലെ പ്രമുഖ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സായ ഏഷ്യാനെറ്റ്, Bsnl, കേരളവിഷൻ, റെയിൽവെയർ എന്നിവരുടെ പ്ലാൻസും പിന്നെ ഇൻസ്റ്റാളേഷൻ ചാർജസ് ഏകദേശം എത്ര വരും എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് ഏഷ്യാനെറ്റിൻ്റെ പ്ലാൻസാണ്. നമുക്കറിയാം 1993 മുതൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഏഷ്യാനെറ്റ്. ഇവരുടെ പ്ലാൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 499 രൂപ മുതലാണ്. 100 GB വരെ 20 Mbps സ്പീഡാണ് ലഭിക്കുന്നത്. അതിനുശേഷം 1 Mbps സ്പീഡാണ് കിട്ടുന്നത്. കേരളത്തിലുടനീളം സർവീസ് ഇല്ലാത്തത് ഏഷ്യാനെറ്റിൻ്റെ ഒരു പോരായ്മയാണ്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് കേരളവിഷൻ്റെ പ്ലാൻസാണ്. കേരളത്തിലുടനീളമുള്ള കേബിൾ നെറ്റ്വർക്ക് വഴിയാണ് അവർ ഇൻ്റർനെറ്റ് നമ്മുടെ വീട്ടിൽ എത്തിക്കുന്നത്. കേരളവിഷൻ്റെ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 399 രൂപ മുതലാണ്. 500 GB വരെ 20 Mbps സ്പീഡ് ലഭിക്കുന്നു. അതിനുശേഷം 2 Mbps ആണ് സ്പീഡ് കിട്ടുന്നത്. റെയിൽടെൽ എന്ന കമ്പനിയുടെ റെയിൽവെയറിൻ്റെ പ്ലാൻസാണ് ഇനി പറയാൻ പോകുന്നത്. ഇവരുടെ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 499 രൂപ മുതലാണ്. 499 രൂപയ്ക്ക് 500 GB വരെ 10 Mbps സ്പീഡ് ലഭിക്കുന്നു. അതിനുശേഷം 1 Mbps ആണ് സ്പീഡ് കിട്ടുന്നത്. അവസാനമായി നോക്കുന്നത് Bsnlൻ്റെ പ്ലാൻസാണ്. മൊബൈലിൽ ഇതുവരെ 4G കൊണ്ടുവരാത്ത Bsnl ഇവിടെ എന്താണ് കാര്യമെന്ന് ചോദിക്കരുത്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ലഭ്യമായതിൽ ഏറ്റവും നല്ല ISP Bsnl എന്നാണ്. Bsnlൻ്റെ കണക്ഷൻ ലഭിക്കുന്നത് ലോക്കൽ കേബിൾ ഓപ്പറേറ്റർ വഴിയാണ്. ഇൻസ്റ്റാളേഷനും മെയിൻ്റനൻസും ലോക്കൽ കേബിൾ ഓപ്പറേറ്ററാണ് ചെയ്യുന്നത്. അൺലിമിറ്റഡ് കോൾസ് ലഭിക്കുന്ന ലാൻഡ് ലൈൻ കണക്ഷൻ ഇതിൻ്റെ കൂടെ ലഭിക്കുന്നു എന്നതാണ് Bsnlൻ്റെ പ്രത്യേകത. Bsnlൻ്റെ പ്ലാൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 499 രൂപ മുതലാണ്. 499 രൂപയ്ക്ക് 200 GB വരെ 20 Mbps സ്പീഡ് ലഭിക്കുന്നു. അതിനുശേഷം 2 Mbps ആണ് സ്പീഡ് ലഭിക്കുന്നത്. മറ്റ് ISPകളെ അപേക്ഷിച്ച് കൂടിയ സ്പീഡിൽ കിട്ടുന്ന ഡേറ്റയുടെ അളവ് കുറവാണ് എന്നുള്ളതാണ് Bsnlൻ്റെ പ്രശ്നം. ഇനി ഇൻസ്റ്റാളേഷൻ ചാർജസ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. മോഡത്തിൻ്റെ വില, വീട്ടിലേക്ക് വലിക്കുന്ന ഫൈബറിൻ്റെ നീളം എന്നിവയെ ആശ്രയിച്ചാണ് ഇൻസ്റ്റാളേഷൻ ചാർജ് വരുന്നത്. എന്നിരുന്നാലും ഇതൊരു 5000 രൂപയിൽ താഴെയായിരിക്കും. നിങ്ങളൊരു FTTH കണക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യമായി അടുത്തുള്ള കേബിൾ TV ഓപ്പറേറ്ററിനെ സമീപിക്കുക. ഏതൊക്കെ കമ്പനിയുടെ ബ്രോഡ്ബാൻഡ് സർവീസ് ലഭിക്കുമെന്ന് നോക്കുക. സാധിക്കുമെങ്കിൽ സമീപത്തുള്ള വീടുകളിൽ ബ്രോഡ്ബാൻഡ് ഉപയോഗിക്കുന്നവരോടും അന്വേഷിക്കുക. പ്ലാൻ ചാർജ് കുറവാണ് എന്നതുകൊണ്ട് മാത്രം ഒരു സർവീസ് തിരഞ്ഞെടുക്കരുത്. സ്പീഡും സ്റ്റെബിലിറ്റിയുമുള്ള സർവീസ് പ്രൊവൈഡറിനെ മാത്രം തിരഞ്ഞെടുക്കുക.